എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്നുവിന് ചെറിയൊരു പനിയായിട്ട് നമ്മൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ദേവി ഹോസ്പിറ്റലിലാണ് തൃപ്പൂണിത്തുറ, അവിടെയാണ് അഡ്മിറ്റ് ആയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇൻഫ്ലുവൻസ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആയിരുന്നു. ഇൻഫ്ലുവൻസ ആയിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആകുന്നതിന് മുമ്പ് തന്നെ വിസിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ആളെ അഡ്മിറ്റ് ആക്കാനായിട്ട് അങ്ങനെ വില്ലിങ് ആയില്ലായിരുന്നു. അതിനുശേഷം ഇൻഫ്ലുവൻസ പോസിറ്റീവായി. പിന്നെ ബ്ലഡിലെ CRP ലെവൽ ഹൈ CRP ലെവൽ ആയതുകൊണ്ടാണ് നമ്മൾ ആളെ അഡ്മിറ്റ് ആക്കിയത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ആദ്യം അഡ്മിറ്റ് ആക്കിയപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ആദ്യം അഡ്മിറ്റ് ആക്കി. അപ്പോൾ നമ്മൾ ഓറലായിട്ടായിരുന്നു ഡോക്ടറിനോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, ഓറലായിട്ട് മരുന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഡോക്ടർ ഓറലായിട്ടായിരുന്നു ആദ്യം മരുന്ന് തന്നത്. നമ്മൾ 203 എന്ന് പറഞ്ഞ റൂമിൽ ഐസൊലേഷൻ ആയിരുന്നു. അത് നല്ല ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു ആൾക്ക്, അതുകൊണ്ടാണ് ഐസൊലേഷൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയി. വീണ്ടും ഒരു 2 ദിവസം ആയപ്പോൾ തന്നെ വീണ്ടും ടെമ്പറേച്ചർ വന്നു. അത് ചെവിയിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ വന്ന് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോൾ ഡോക്ടർ വീണ്ടും അഡ്മിഷൻ സജസ്റ്റ് ചെയ്തു. കാരണം ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായി. CRP കുറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ പോയത്. വീണ്ടും തിരിച്ച് വന്നപ്പോൾ CRP കൗണ്ട് വീണ്ടും ഹയറായി. അതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ IV ചെയ്യാം. അങ്ങനെ IV ത്രൂ നമുക്ക് ആൻറ്റിബയോട്ടിക് തുടങ്ങാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഡോക്ടറിൻ്റെ സജഷൻ കൊണ്ട് നമ്മളങ്ങനെ ചെയ്തു. പിന്നെ എല്ലാ ദിവസവും അനുവിന് ഇങ്ങനെ നെബുലൈസ് ചെയ്യണമായിരുന്നു. 3 നേരം നെബുലൈസ് ചെയ്യണമായിരുന്നു. പിന്നെ IV ത്രൂ ആയിരുന്നു മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. അഡ്മിറ്റ് ആയ ഡേയുടെ പിറ്റേ ദിവസം ഒരു ദിവസം രാത്രിയാണ് അഡ്മിറ്റ് ആയത്. സെക്കൻഡ് ടൈം രാവിലെ ആയപ്പോൾ ആൾ ഒത്തിരി വഴക്കൊക്കെ ആയിരുന്നു. പിന്നെ അനുവിന് നമ്മൾ ഫുഡ് കൊടുത്തിരുന്നത് കഞ്ഞി മാത്രമായിരുന്നു ആ സമയത്ത് കൊടുത്തിരുന്നത്. പിന്നെ ലിക്വിഡായിട്ടുള്ള ഫുഡുകൾ മാത്രം. അപ്പോൾ ആൾക്ക് കഞ്ഞിയൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കൊടുത്തത്. കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഒരു വിധത്തിലാണ് ഫുഡൊക്കെ കഴിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഈ ക്യാനിലിരിക്കുന്നതിൻ്റെ ഒരു ഇറിറ്റേഷനും പുള്ളിക്കാരത്തേക്കും ഉണ്ടായിരുന്നു. പിന്നെ മരുന്ന് കയറ്റുമ്പോൾ പുള്ളിക്കാരത്തേക്ക് ഒരു പേടിയുണ്ട്, ഇതെന്താ ഇഞ്ചക്ഷനാണോ, വേദന എടുക്കുമോ, അങ്ങനെ ഒരു പേടി ആൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ മോർണിംഗ് ആയിരുന്നപ്പം ആയപ്പോൾ തന്നെ ആൾ കുറച്ചൊക്കെ സെറ്റായി. പിന്നെ അന്ന് വരെ അന്ന് ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു, ഭയങ്കര തളർച്ചയായിരുന്നു ആൾക്ക്. അതിനുശേഷം ഈ IV ഫസ്റ്റ് ഡോസ് കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ആൾക്ക് നല്ല വ്യത്യാസം വന്നു തുടങ്ങി. പിന്നെ ഇവിടെ നമ്മൾ ആദ്യത്തെ റൂമെന്ന് പറയുന്നത് 2 ബെഡും ഒരു ബൈസ്റ്റാൻഡർ ബെഡും ഒക്കെ ഉള്ള ഒരു റൂമായിരുന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസത്തെ ഫുഡെല്ലാം വെളിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അവൾക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ആളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ എൻ്റെ വായിൽ വെച്ച് തരുന്നതും അതെല്ലാം പുള്ളിക്കൊരു ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. പിന്നെ പുള്ളിക്കാരത്തി ഫുഡ് ലിക്വിഡായിട്ടുള്ള ഫുഡ് തന്നെയാണ് കഴിക്കാൻ. പൊറോട്ടയൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരത്തി അങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അനുവിൻ്റെ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ നിതിൻ എന്നാണ്. അനു ജനിച്ചപ്പോൾ മുതൽ ഡോക്ടർ തന്നെയാണ് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടർ നിതിൻ തന്നെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ ഡെലിവറിയും ഈ സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. റൂമല്ലാതെ അനുവിൻ്റെ എൻ്റർടൈനിങ് ഏരിയ ആയിരുന്നു ഈ ഒരു വോക്ക് വേ. അതായത് ഒരു കണക്ഷനാണ്, ഒരു ബ്രിഡ്ജായി കാണുന്നത്, ഒരു ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി ഫുഡ് കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ ഒരു ടൈം പാസ് എന്ന് പറയുന്നത് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. പുള്ളിയുടെ ഫേവറേറ്റ് പ്ലേസ് ആയിരുന്നു അത്. അതുപോലെ തന്നെ ആക്റ്റീവായി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇത്, ഒരു ദിവസത്തേക്ക് ആക്റ്റീവായി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ്. അതിന് മുമ്പുള്ള വീഡിയോസ്, നമ്മൾ ആദ്യം അഡ്മിറ്റായ ടൈമിലെ വീഡിയോസ് നമ്മൾ എടുക്കാതെ അപ്പോഴും ആക്റ്റീവ് ആയിട്ട് തന്നെയായിരുന്നു, പക്ഷേ ഫുഡ് കഴിക്കലൊക്കെ കുറവായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തി ഏറ്റവും കൂടുതൽ അവിടെ ആ ബിൽഡിങ്ങിൽ യൂസ് ചെയ്തത് ലിഫ്റ്റിൽ കയറുക, മുകളിൽ പോവുക, താഴെ വരിക, ഇത് തന്നെയായിരുന്നു ആളുടെ മെയിൻ ഹോബി. പിന്നെ അനുവിൻ്റെ ഡോക്ടറിനെ പറ്റി പറയുവാണെങ്കിൽ നിതിൻ ഡോക്ടറാണ് അനുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും. നമ്മൾ ഇപ്പം എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടറെ വിളിച്ചാലും അവൈലബിളായി കിട്ടും. ഇൻ കേസ് അവൈലബിൾ അല്ലെങ്കിൽ തന്നെ ഡോക്ടർ നമ്മളെ തിരിച്ച് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ കംഫർട്ടബിളായിട്ട് ഉള്ള ഒരു ഡോക്ടർ തന്നെയാണ് നിതിൻ ഡോക്ടർ. നമ്മൾ വേറെ ഹോസ്പിറ്റൽസിലൊന്നും അവളെ ഇപ്പോൾ കാണിക്കാറില്ല. ജനിച്ചപ്പം ആൾ NICUവിലൊക്കെ ആയിരുന്നു. ആ സമയം മുതൽ ഡോക്ടർ തന്നെയാണ് അവളെ നോക്കാറുള്ളത്. പിന്നെ ആളുടെ ഈ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്കാരത്തി അവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. അടങ്ങിയിരിക്കുന്നേ ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം ഇവരുടെ ഓൾഡ് ബ്ലോക്കിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ന്യൂ ബ്ലോക്കിലാണ് നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ ന്യൂ ബ്ലോക്കിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഓടി കളിക്കാനായിട്ട്. ഓൾഡ് ബ്ലോക്കിലായിരുന്നപ്പോൾ റൂമിനുള്ളിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ലിഫ്റ്റ്, സ്റ്റെയർ, അതുപോലെ തന്നെ ആ വോക്ക് വേ ഒക്കെ ഉള്ളത് കൊണ്ട് ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഓടി നടക്കുന്നത് തന്നെയായിരുന്നു.
3 നേരം മരുന്നുണ്ടായിരുന്നു. എന്നാലും ആള് അതിന് ശേഷമുള്ള ടൈമിങ്ങിലൊക്കെ ഇതൊക്കെയായിരുന്നു പുള്ളി മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റിൽ കണ്ടെത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ. നമ്മൾ ഓരോ ദിവസവും ഡോക്ടർ മോർണിംഗിൽ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവും. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് നമ്മളോട് പറയും, എങ്ങനെയാണ് ആൾ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞിരുന്നു. പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആളുടെ തുണിയെല്ലാം എടുക്കുക, ഡ്രസ്സുകളെല്ലാം എടുക്കുക, മടക്കി വെക്കുക, വീണ്ടും തിരിച്ചെടുക്കുക, ഇടുക, ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരത്തി അവിടെ റൂമിനുള്ളിൽ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റർടൈൻമെൻറ്റ്. പിന്നെ കുറച്ച് നേരം ഫോൺ നമ്മൾ എന്തെങ്കിലും നെബുലൈസ് ചെയ്യുമ്പോൾ ഫോൺ കാണിക്കുമോ, അല്ലെങ്കിൽ ആൾ ഫുഡ് കഴിക്കാത്തപ്പോൾ ഫോൺ കാണിക്കുമോ, അങ്ങനെ ഫോൺ വേണം എന്നുള്ളൊരു വാശിയൊന്നും ഇല്ലായിരുന്നു. അല്ലാത്ത സമയത്ത് നമ്മൾ നിർബന്ധിച്ചാണെങ്കിലും കൊടുത്താലാണ് പുള്ളിക്കാരത്തിക്ക് ഈ കയ്യിൽ ഇതൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ വാശിയൊന്നും വെച്ചില്ല. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ആളെ കുളിപ്പിച്ചത്. കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പൊട്ടൊക്കെ തൊടിയിച്ചു, കണ്ണെഴുതിച്ചില്ല, പൊട്ടും പുരുകവും ഒക്കെ വരച്ചു. ആളടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചെയ്തപ്പോൾ. ആൾ ഹാപ്പി ആയിരുന്നു. പിന്നെ കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും കൂടെ ഉഷാറായി. അങ്ങനെ അനുവിൻ്റെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു. അനുവിന് പൗഡർ അങ്ങനെ നമ്മൾ ഇടിക്കാറില്ല, റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല. നമ്മൾ ബോഡി ലോഷൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ബോഡി ക്രീം മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പൗഡർ അങ്ങനെ യൂസ് ചെയ്യേണ്ടെന്ന് ആദ്യം മുതൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ പൊട്ട് തൊടുമ്പുന്ന സമയത്തും അങ്ങനെയൊക്കെയാണ് പൗഡർ നമ്മൾ ഇടാറ്. പിന്നെ ആൾ പൗഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിൽ കാർട്ടൂൺ, നമ്മളുടെ ജിയോ മച്ചാൻ്റെ ഒരു ചാനൽ എംഫോടെക്, അത് പുള്ളിക്കാരത്തി അതിൻ്റെ ഫാനാണ്. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസും എല്ലാം കാണുന്നതും അത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എൻഗേജ്മെൻ്റ് ആണ് ആ വീഡിയോസ്, ജിയോ മച്ചാൻ്റെ വീഡിയോസ്. അങ്ങനെ നോക്കി അത് കാണാറുണ്ട്. അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോയി ഫുഡ്, അന്നത്തെ ദിവസം പുറത്തുനിന്ന് ഫുഡ് മേടിച്ചു. നമ്മൾ ഡെലിവറി കഴിഞ്ഞ ടൈമിലും ഇവിടെ നിന്നാണ്, ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്, ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് മേടിച്ചിരുന്നത്. പട്ടാഭിരാമൻ എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അത് ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൻ്റെ നിയറസ്റ്റ് ആണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, നടക്കാനായിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. അങ്ങനെ വന്ന് ഫുഡ് മേടിച്ചിട്ട് വരുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെജിറ്റേറിയൻ ഫുഡായിരുന്നു. അതിന് മുമ്പ് തന്നെ ഞാൻ അന്നുവിന് കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഫുഡ് വന്ന സമയത്ത് നമ്മൾ പിന്നെ സമയം ഉച്ചയ്ക്കല്ല, ഇതെനിക്ക് തോന്നുന്നു ഫുഡ് കറക്റ്റ് ടൈമിൽ ഒരു 1-1:30 ആയപ്പോൾ പോയി വാങ്ങി. കഴിച്ചത് കുറച്ച് ലേറ്റായിട്ടാണ്. എല്ലാം കഴിഞ്ഞ് കഴിച്ചപ്പം കുറച്ച് ലേറ്റായി. നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാണിക്കുന്ന റൂം ഫസ്റ്റ് നമ്മൾ വന്ന റൂമായിരുന്നു. ഇതാണ് S6 ആണ് ആ റൂം നമ്പർ വരുന്നത്. കുട്ടാച്ചൻ ഫുഡ് മേടിച്ച് വന്നപ്പോൾ നമ്മൾ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ടിരിക്കുമായിരുന്നു. അവൻ വന്നിട്ട് ലൈറ്റ് ഓണാക്കി ഇനി ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അനു അപ്പോഴത്തേക്കൊക്കെ ഓക്കെ ആയി, ആൾ ഹാപ്പിയായി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾക്ക് ബിരിയാണി വേണം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ വെജിറ്റേറിയൻ ആണ് പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന സമയത്ത്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും നമ്മളിതിനകത്ത് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങി, ഒരു 4-4:30 ആ ഒരു ടൈം വരെ ഉറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഉറങ്ങി എണീറ്റിട്ട് അന്നുവിന് നമ്മൾ വൈകുന്നേരത്തേക്കൊരു മുട്ട പുഴുങ്ങി കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ അതെല്ലാം നമ്മൾ റൂമിൽ തന്നെയാണ് ചെയ്തത്. അന്നു ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, PROയോട്. അപ്പോൾ ആൾ വേറൊരു റൂം വേക്കൻ്റ് ആയ സമയത്ത്, സിംഗിൾ റൂമാണ്, നമ്മൾ ആദ്യം ഡബിൾ റൂമിലായിരുന്നു. അപ്പോൾ സിംഗിൾ റൂം വേക്കൻ്റ് ആയ സമയത്ത് നമ്മൾ S2 എന്ന് പറഞ്ഞ റൂമിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ആളെ കുറച്ച് നേരം ഫോണെല്ലാം കണ്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുട്ട അനുവിന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചൺ സെറ്റപ്പും അതുപോലെ തന്നെ വാഷ്റൂമും ഒരു നല്ലൊരു റൂമാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ രണ്ടാമത് കയറിയ റൂമാണെങ്കിലും നല്ലതാണ്. ഇവിടെ താമസിച്ച സമയത്ത് ആക്ച്വലി ഞാനും മോളും മാത്രമായിരുന്നു രാത്രി ഉണ്ടായിരുന്നത്. ഹസ്ബൻഡിന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ആൾ ഷിഫ്റ്റിന് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഡേ ടൈമിൽ മാത്രമായിരുന്നു ആൾ ഉണ്ടായിരുന്നത്. പിന്നെ ആളുടെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ആൾ കുറച്ച് സ്കെച്ച് പെൻസും കുറച്ച് ബുക്സും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾ കളറിങ്ങിലും വാട്ടർ കളറിങ്ങിലും ഒക്കെയാണ് കൂടുതലും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. എൻ്റർടൈൻ ചെയ്യാൻ വേറെ TV ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല.
പിന്നെ ആൾ ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും ABCD അല്ലെങ്കിൽ കളറിങ് അല്ലെങ്കിൽ സ്കെച്ച് പെൻ വെച്ച് എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ആയിരുന്നു കൂടുതൽ സമയം എൻഗേജ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൾ അന്നുവിനെ കാണാൻ വന്നതാണ്. ആൾ വന്നപ്പം പുള്ളിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സും അതുപോലെ തന്നെ പോപ്കോണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ആളോട് കുറച്ച് സാബുവങ്കളാണ് വന്നത്. സാബുവങ്കളിനോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾ യൂഷ്വലി എന്തൊക്കെയാണോ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആൾക്ക് ഇപ്പോൾ ടെമ്പറേച്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ CRPയുടെ ഒരു കൗണ്ടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാനൊന്നുമില്ല. ഈ ഒരു കൗണ്ടിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുള്ളി പാട്ട് വെച്ച് ആക്ഷൻ സോങ് അങ്ങനെയുള്ള കാര്യം ഡാൻസ് കളിക്കുക, ഇതൊക്കെയായിരുന്നു ആളുടെ മെയിൻ ഹോബി. പിന്നെ എൻ്റർടൈൻ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ പുറത്തോട്ട് പോവുക, ലിഫ്റ്റിൽ കയറുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ 6 മണിക്ക് ആൾക്കൊരു മരുന്നുണ്ടായിരുന്നു. ആൾക്കിത് കയ്യിൽ സിറിഞ്ചായിട്ട് വരുമ്പോൾ പേടിയാണ്, ഇനിയും വേദന എടുക്കുമോ എന്നുള്ള പേടിയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇവിടെ അഡ്മിറ്റ് ആയ ദിവസത്തിൽ തന്നെ 3 തവണ ക്യാനുല മാറിയിട്ടുണ്ടായിരുന്നു, കയ്യിൽ റൈറ്റ് ലെഫ്റ്റായിട്ട്. അപ്പം ആളുടെ ക്യാനുല മാറുന്നതോ ഇഞ്ചക്ഷൻ വെക്കുന്നതോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. ക്യാനുല ആദ്യത്തെ തവണ ഫസ്റ്റ് ടൈം അഡ്മിറ്റ് ആയപ്പോൾ ക്യാനുല വെച്ചപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി. രണ്ടാമത്തെ തവണ 2 ദിവസം കഴിഞ്ഞ് അത് മാറ്റാൻ നോക്കിയപ്പം നഴ്സുമാർ നോക്കിയിട്ട് വെയിൻ പ്രോപ്പറായിട്ട് കിട്ടാഞ്ഞിട്ട് NICUവിലാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് 1 ഡേ കഴിഞ്ഞിട്ട് വീണ്ടും ക്യാനുല മാറ്റേണ്ടി വന്നു. അപ്പോഴും നഴ്സുമാർ നോക്കിയിട്ട് വെയിൻ കിട്ടാഞ്ഞിട്ട് രണ്ടാമത് NICUവിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് അവൾക്ക് ക്യാനുല മാറ്റിയത്. പിന്നെ ഈ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു, അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന പിള്ളേരുണ്ടായിരുന്നു. BSCയും പോസ്റ്റ് BSCക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് ടെമ്പറേച്ചറും BP ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഈ ഡോക്ടർ നമ്മുടെ ഡോക്ടറല്ല, ഇത് അവിടുത്തെ വേറെ ഡോക്ടറാണ്. നമ്മുടെ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് ഈ ഡോക്ടർ വന്നിട്ട് റൗണ്ട്സിന് വന്നിട്ട് പോകുന്നതാണ്. ആൾ ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു സൺഡേ വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ നമുക്ക് ഫുഡെല്ലാം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് കൊടുത്തുവിടുന്ന ആളില്ലാത്തതുകൊണ്ട് പിന്നെ വീട്ടിൽ നിന്ന് വന്ന് ഫുഡ് കൊണ്ട് തന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മളുടെ ഡോക്ടർ വിസിറ്റ് ചെയ്യാനായിട്ട് വരുന്ന ദിവസം. നെക്സ്റ്റ് ഡേ അന്നു വളരെ ഹാപ്പി ആയിരുന്നു. ആളുടെ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറി. പിന്നെയും അവിടുത്തെ ക്ലീനിങ് സർവീസിൻ്റെ കാര്യം, നല്ല ക്ലീനിങ് സർവീസാണ്. ക്ലീനിങ് ആണെങ്കിലും എന്ത് സർവീസ് ആണെങ്കിലും നമുക്ക് ഒന്നും ദോഷം പറയാനായിട്ടില്ല. നല്ല ക്ലീനിങ് സർവീസും നല്ല ആളുകളും. ഇതാണ് അന്നുവിൻ്റെ ഡോക്ടർ നിതിൻ. ആൾ വന്ന് ചെക്ക് ചെയ്തു, ചെവിക്ക് വേദനയുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തു, ഒന്നുമില്ല. പിന്നെ രാവിലെ നമ്മൾ CRPയുടെ കൗണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. CRPയുടെ കൗണ്ട് നോക്കിയപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കുറച്ചും കൂടെ കുറയാനുണ്ടായിരുന്നു, അതിൻ്റെ ഡേ ബിഫോർ നോക്കിയപ്പോൾ. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം കൂടെ നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഡോക്ടർ റിവ്യൂ ചെയ്തിട്ട് പറഞ്ഞത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ചെക്ക് ചെയ്തപ്പോൾ CRPയുടെ കൗണ്ട് നോർമലായി. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡേയിലെ എല്ലാം കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്നു ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എന്നും ആൾക്ക് മുല്ലപ്പൂ ഒരു 2-3 ഡേയ്സ് അടുപ്പിച്ച് മുല്ലപ്പൂ ഹസ്ബൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന വഴി മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. അതിട്ട് അതുവഴിയെല്ലാം നടക്കലായിരുന്നു പിന്നെ വേറെ ആളുടെ ഒരു ഹോബി. പിന്നെ വീട്ടിലോട്ട് പോകുമ്പം ആൾ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യം പാർക്കിൽ പോകണം എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഡിസ്ചാർജായി നേരെ പോകുന്നത് പാർക്കിലോട്ടാണ്. നമ്മൾ പാർക്ക് എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ ഒരു ചിൽഡ്രൻസിന് വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ട്. ആ പാർക്കിലാണ് പോയത്. അവിടെ പോയ ആൾ ഹാപ്പി ആയിട്ട് കളിച്ചു. നമ്മൾ ഉച്ച സമയത്താണ് പാർക്കിൽ ചെന്നത്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് ഉണ്ടായിരുന്നു, തന്നുവിട്ട ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് പാർക്കിൽ ഇരുന്നിട്ട് തന്നെ അവൾക്ക് ഫുഡ് കൊടുത്തു. നമ്മളും കഴിച്ചു ആ കൂടെ. ആളും ഹാപ്പിയായി. അന്നെന്താ പള്ളത്തി വറുത്തതും ക്യാബേജ് തോരൻ, മീൻകറി, അതൊക്കെയായിരുന്നു വീട്ടിൽ നിന്ന് തന്നുവിട്ടത്. അന്നുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗെയിം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് സ്ലൈഡറാണ്. അത് സ്റ്റെപ്പിലൂടെ കയറി പോകുന്നതും. ഇതിപ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കയറാനായിട്ട്. ഇതിൽ പിടിച്ച് കയറുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ച് സ്പേസിലാണ് ചവിട്ടി കയറുന്ന സാധനം ഇരിക്കുന്നത്. അതുകൊണ്ട് ആൾക്ക് ഇച്ചിരി പാടായിരുന്നു കയറി പോകാനായിട്ട്.
നമ്മളുടെ ചാനൽ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരുടെ എല്ലാം ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബായ്.